സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊരു കഥ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. സജറത്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ വെച്ചുകൊണ്ട് ബയ്യത്തിട്ടായല്ലോ. പിന്നെ അവിടെ ആ മരത്തിന്റെ അടുത്ത് ബർക്കത്തെടുക്കാൻ വന്നു ആൾക്കാരെന്താ. അപ്പൊ ബർക്കത്തെടുക്കലൊക്കെ അധികമായപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മരം മുറിക്കാൻ പറഞ്ഞത് ബർക്കത്തെടുത്തുകൊണ്ട് മുറിക്കാനുമല്ല, ബർക്കത്തെടുത്തിന മരം മുറിക്കാനുമല്ല. നമ്മൾക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ ബർക്കത്തെടുത്ത മരം മുറിക്കാൻ വേണ്ടി ഉമർ അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാരും ഈ മരം മറന്നുപോയി. അപ്പൊ ബർക്കത്ത് എടുക്കേണ്ട മരം എല്ലാത്തോടത്തും ബർക്കത്ത് എടുക്കാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ മുറിച്ചാലടാ മരം. നന്നായിട്ടുണ്ട് തങ്ങളെ, വളരെ ഉഷാറായിട്ടുണ്ട്. വളച്ചൊടിക്കൽ, തെളിവുണ്ടാക്കൽ, ഇങ്ങനെയാണ് ഞങ്ങളുടെ ആശയങ്ങൾക്ക് ഞങ്ങൾ തെളിവുണ്ടാക്കൽ. സമസ്തക്ക് പറ്റിയ പ്രസിഡന്റ് തന്നെ. എന്താ പറഞ്ഞത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരം മുറിച്ചത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ മരത്തിൻ്റെ അടുത്ത് അല്ലാത്ത വേറെ മരത്തിൻ്റെ അടുത്ത് പോയി ജനങ്ങൾ, അല്ലെങ്കിൽ വേറെ മരം കൊണ്ട് ജനങ്ങൾ ബർക്കത്തെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് മുറിച്ച് കളഞ്ഞത് എന്നാണ് തങ്ങളിവിടെ ഈ കഥയെ ആകെ അട്ടിമറിച്ച് തങ്ങളുടെ ആശയത്തിന് വേണ്ടി മാറ്റിമറിച്ചിരിക്കുകയാണ്. എന്നാൽ തങ്ങളെ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് തങ്ങളെ. അദ്ദേഹം പറയാണ്, അടുത്ത വർഷം ഞങ്ങൾ അവിടെ പോയി. ഈ സന്ധി നടന്ന ആ മരത്തിൻ്റെ അടുത്ത് പോയി അതിലൂടെ ഞങ്ങൾ ഉംറക്ക് പോവുകയാണ്. ആ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഉംറക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത വർഷം ഞങ്ങൾ ഉംറക്ക് പോകുമ്പോൾ ആ മരം ഏതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ഞങ്ങൾ രണ്ടാൾക്ക് പോലും അഭിപ്രായം ഉണ്ടായിരുന്നില്ല ആ സന്ധി നടന്ന മരം ഇന്ന മരമാണെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. അതായത് ഒറ്റ വർഷം കൊണ്ട് തന്നെ അത് അപ്രത്യക്ഷമായി എന്നാണ് ആര് പറയുന്നത്? സ്വഹാബിമാർ പറയുന്നത്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു കമൻ്റ് ഉണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞു തരുമോ? കാനത്ത് റഹ്മത്തൻ മിനല്ലാഹ്, ആ മരം കാണാതെ പോയത് അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, റഹ്മത്താണെന്നാണ് പറഞ്ഞത്. തങ്ങളുടെ വാദപ്രകാരം പറയുകയാണെങ്കിൽ അത് വലിയൊരു ദുരന്താണെന്നല്ലേ പറയേണ്ടത്? കാരണം ആ മരം കാണാതായില്ലേ, കാരണം ബർക്കത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നില്ലേ. അപ്പോൾ ആ മരം കാണാതായത് ദുരന്തമാണ് എന്നല്ല സ്വഹാബിമാർ പറഞ്ഞത്, അത് വലിയൊരു റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. തങ്ങളെ, കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ഒരു അടിക്കുറിപ്പ് നൽകുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇയാൾ പറഞ്ഞ ഈ മണ്ടത്തരം കൃത്യമായി നിൽക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറയാണ്, വ ബയാനുൽ ഹിക്മത്തി ഫീ ദാലിക, ആ മരം അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഹിക്മത്ത് എന്താണ്? വഹുവ അല്ലാ യഹ്സുല ബിഹാ ഇഫ്തിതാനുൻ ലിമാ വഖഅ തഹ്തഹ മിനൽ ഖൈർ, ആ മരത്തിൻ്റെ താഴെയാണല്ലോ ഖൈർ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ മരം കാരണം ചില ആളുകൾ ഫിത്നയിലാകാതിരിക്കാൻ വേണ്ടിയാണത്. ഫലൗ ബഖിയത് ലമാ ഉമിന തഅലീമു ബഅദിൽ ജുഹാലി ബിഹ, ആ മരമെങ്ങാനും അവിടെ ബാക്കിയാകുകയായിരുന്നെങ്കിൽ ചില വിവരം കെട്ട ആളുകൾ എന്തു ചെയ്യുമായിരുന്നു? അതിനെ തഅലീം ചെയ്ത് അവർ വഴിപിഴച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാനാണ് അള്ളാഹു തന്നെ ഇടപെട്ട് ആ മരം അപ്രത്യക്ഷമാക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയാം, ഹത്താ റുബ്ബമ അഫ്ളാ ബിഹിം ഇല ഇഅ്തിഖാദിൻ അന്ന ലഹാ ഖുവ്വത നഫ്ഇൻ ഔ ലർറിൻ, മാത്രമല്ല ചില ആളുകളുടെ വിശ്വാസം തന്നെ പഴച്ചു പോകാൻ കാരണമാകും ആ മരത്തിന് ഉപകാരവും ഉപദ്രവമൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വാസം തന്നെ പഴച്ചു പോകാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്ന് മാത്രമല്ല, അതല്ലാത്ത മരങ്ങളുടെ കാര്യത്തിൽ തന്നെ, അതല്ലെങ്കിൽ അതല്ലാത്ത വിഷയങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇന്ന് ജനങ്ങൾ വഴിപിഴച്ചു പോയത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുന്നു. സത്യമല്ലേ അത്? സമസ്തക്കാരൻ എന്ന് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് കാണാമല്ലോ. പിന്നെ ആ മരം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് സംഭവിക്കാതെ ജനങ്ങളുടെ ഈമാനിനുള്ള സുരക്ഷിതത്വം എന്ന നിലക്കാണ് ആ മരം അപ്രത്യക്ഷമായത് എന്നാണ് മഹാനായ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. മൂപ്പര് പറയാ, ആ യഥാർത്ഥ മരമാണെങ്കിൽ അതിന് കുഴപ്പമില്ല, യഥാർത്ഥ മരമല്ലാത്ത മറ്റു മരത്തിൻ്റെ അടുത്തേക്ക് പോയത് കൊണ്ടാണ് മുറിച്ച് കളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യത്തിൽ അതുകൊണ്ട് ബർക്കത്തെടുക്കാനോ ആ നിലക്ക് നിങ്ങൾ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടൊരു സംഭവത്തെ ഉദ്ധരിച്ച് തിരിമറി നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് വളരെ വിനയത്തോടുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത ഇതാണ് ചെയ്യുന്നത്, ഇങ്ങനെ ജനങ്ങളെ കൺഫ്യൂഷനിലാക്കി തെറ്റായ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജാഗ്രത പുലർത്തുക.